ചെറുപുഴ ഗ്രാമീണ വായനശാലയും JMUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. JMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചകഴിഞ്ഞ് 2-ന് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വായനാ പ്രതിജ്ഞ, ആസ്വാദനക്കുറിപ്പ് വിജയികൾക്ക് സമ്മാനദാനം, MT പതിപ്പ് പ്രകാശനം, മികച്ച വനിതാ വായനക്കാർക്ക് സമ്മാന വിതരണം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ K ദാമോദരൻ, M ബാലകൃഷ്ണൻ, MV അജയൻ, KS അജി, KV ബിജു, KK മുരളി എന്നിവർ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ JMUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ചേർന്ന് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായനാ വസന്തം എന്നൊരു പരിപാടി നടപ്പിലാക്കുകയാണ്. കേരള ഗ്രന്ഥശാല കൗൺസിൽ വായനായനം എന്ന പരിപാടി ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിലാണ് വായനാ വസന്തം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40ഓളം യൂണിറ്റുകളിൽ പുസ്തക പരിചയം നടത്തി നമ്മുടെ വായനശാല. 2ാം ഘട്ടത്തിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ JMUP സ്കൂളിലെ വിദ്യാരംഗം മാസികയുടെ ആഭിമുഖ്യത്തിലും നമ്മുടെ വായനശാലയുടെ വകയായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത്. ബഹുമാന്യനായ MLA ശ്രീ TI മധുസൂദനൻ അവർ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ ഗ്രന്ഥശാല കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറിയും താലൂക്ക് സെക്രട്ടറിയും അതുപോലെ പയ്യന്നൂർ ഉപജില്ലാ ഓഫീസർ നമ്മുടെ ജ്യോതിബാസ് സാറ്, പിന്നെ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വായനശാലയുടെ പ്രസിഡന്റ് കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ സംഘാടകർ, അതായത് ഇതിൻ്റെ രക്ഷാധികാരികൾ ബഹുമാന്യനായ AEOയും അതുപോലെ തന്നെ സ്കൂൾ മാനേജരുമാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ബാലേട്ടൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ തുടങ്ങിയവർ ഈ സംഘാടക സമിതിയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച 2 മണിക്ക് എല്ലാ കുട്ടികളും 1200-ലധികം വരുന്ന കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും സ്കൂളിലെത്തി നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളിക്കുന്നത്. അവിടെ ആദ്യമായി നമ്മുടെ MLAയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം 1250-ലധികം കുട്ടികളും അതുപോലെ തന്നെ ഏകദേശം അത്രയോളം വരുന്ന രക്ഷിതാക്കളും ഈ പുസ്തക പ്രതിജ്ഞ ചൊല്ലും. പുസ്തകങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം പുസ്തകങ്ങൾ നേരത്തെ നൽകിയിരിക്കും ക്ലാസ്സിൽ നിന്ന്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ ബഹുമാന്യനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ നോട്ടീസിൽ പ്രതിപാദിച്ചതുപോലെയുള്ള പല പരിപാടികളുണ്ട്. ആസ്വാദനക്കുറിപ്പ്, ഇപ്പോൾ നമ്മളവിടെ സ്കൂളിൽ ആസ്വാദന പെട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും അതിൽ നിക്ഷേപിക്കുന്ന സൃഷ്ടികളുടെ മേന്മ നോക്കി അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വിതരണം ചെയ്തതിൽ ഏറ്റവും ഗുണമേന്മയുള്ള കുറച്ച് പേർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അത് ചെയ്യുന്നത് നമ്മുടെ AEO ശ്രീ ജ്യോതിബാസ് അവർകളാണ്. അതുപോലെ തന്നെ വായനാ വസന്തത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ PK വിജയൻ സാർ നിർവഹിക്കും. അതുപോലെ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ MT പതിപ്പ് കയ്യെഴുത്ത് മാസിക വൈക്കത്ത് നാരായണൻ മാസ്റ്ററാണ് പ്രകാശനം ചെയ്യുന്നത്. പിന്നെ മികച്ച വനിതാ വായനക്കാർക്കുള്ള സമ്മാനങ്ങൾ വായനശാലയുടെ പ്രസിഡന്റ് കൃഷ്ണൻ മാസ്റ്ററാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ മറ്റ് പ്രമുഖരായ ആളുകൾ ആ വേദിയിലുണ്ട്. അവർ സമയത്തിനനുസരിച്ച് സംസാരിക്കും. ശ്രീ റജി പുളിക്കൽ, നമ്മുടെ പാലേട്ടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, KK ജോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, താലൂക്ക് സെക്രട്ടറി ശിവകുമാർ, പിന്നെ ഗ്രന്ഥശാല കൗൺസിലിൻ്റെ ഭാരവാഹികളായ VN ഗോപി, KC ലക്ഷ്മണൻ, സ്കൂൾ മാനേജർ KK വേണുഗോപാൽ,
അതുപോലെ PTA പ്രസിഡന്റ് രമേശ് ബാബു, ശ്രീമതി ശ്രീജ ടീച്ചർ, അതുപോലെ ശ്രീമതി പി ലീന, ശ്രീമതി സീമ PE തുടങ്ങിയ അധ്യാപകരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും, സ്റ്റേജിലുണ്ടാവും. സമയത്തിനനുസരിച്ച് അവരും സംസാരിക്കും സമയമുണ്ടെങ്കിൽ. പിന്നെ ഈ പരിപാടിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ അജയൻ മാഷാണ് ഇതിന് പറയുന്നത്. ഇതാണ് ആ ചടങ്ങ്, അന്ന് നടക്കുന്ന ചടങ്ങ്. പിന്നെ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നു. ആ ദിവസം 1200-300ഓളം പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അത് ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്, ആ കുടുംബത്തിന് വേണ്ടിയാണ്. പുസ്തകങ്ങൾ ഒരു 4 പുസ്തകങ്ങൾ കൊണ്ടുപോയാൽ ഏകദേശം 5000ഓളം പുസ്തകങ്ങളാണ് ഈ 2-3 ആഴ്ച കൊണ്ട് അവർ പരിചയപ്പെടുന്നത്, വായിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 15000-ലധികം പുസ്തകങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ കുട്ടികളും രക്ഷിതാക്കളും അത് പരിചയപ്പെടും. അത് വായിച്ച് അതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കും. എന്നിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതും. ക്ലാസ്സിൽ നിന്ന് ആദ്യം ഒരു പുസ്തകവും അത് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ള കടലാസും സീൽ ചെയ്ത പേപ്പറും ഇവിടുന്ന് കൊടുക്കും. ആ പേപ്പറിൽ ആസ്വാദനക്കുറിപ്പ് എഴുതി പുസ്തകം വായിച്ചു കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുമ്പോൾ വീണ്ടും ഒരു പുസ്തകവും അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ള കടലാസും കിട്ടും. അങ്ങനെ ഒരു 4 പുസ്തകങ്ങൾ അവർ ഇങ്ങനെ വായിച്ച് അവിടെ തിരിച്ചേൽപ്പിക്കും. അപ്പോൾ ഈ അവസാനമായി ഇതിൻ്റെ 31-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. അതിനു മുമ്പായി ഈ കിട്ടിയിരിക്കുന്ന ആസ്വാദനക്കുറിപ്പ് എല്ലാം തന്നെ ക്ലാസ് ടീച്ചറും അതോടൊപ്പം തന്നെ സംഘാടക സമിതിയിൽ നിയോഗിക്കുന്ന ആളുകളും ക്ലാസ്സിൽ വെച്ച് അത് പരിശോധിക്കും. എന്ന് പറഞ്ഞാൽ ഈ പരിപാടി അവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കും. ആസ്വാദനക്കുറിപ്പിലെ 4-5 എണ്ണം ആ ക്ലാസ്സിൽ അവതരിപ്പിക്കും. 36 ക്ലാസ്സുകളിലാണ് നമ്മൾ ഈ വിതരണം ചെയ്യുന്നത്. അപ്പോൾ 36 ക്ലാസ്സുകളിലും ഈ പുസ്തകങ്ങൾ ആസ്വാദനക്കുറിപ്പ് അവതരിപ്പിക്കും. അതിൽ മികച്ചതാണ് അവതരിപ്പിക്കുക. അങ്ങനെ 36 ക്ലാസ്സിൽ ഒരു 2 എണ്ണം വീതം വെച്ച് നോക്കിയാൽ 72ഓളം പുസ്തകങ്ങൾ ആസ്വാദനക്കുറിപ്പ് നമ്മുടെ കയ്യിലെത്തും. മികച്ചത് അത് പരിശോധിക്കാൻ വിദഗ്ധരായ പുറമേ നിന്നുള്ള ആളുകൾ അത് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു 4-5 എണ്ണം തിരഞ്ഞെടുക്കുകയും അതിൽ സ്കൂൾ തലത്തിൽ അതിൽ 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് ഒരു ക്യാഷ് അവാർഡ്, 2ാം സ്ഥാനക്കാർക്കും ക്യാഷ് അവാർഡ്, പിന്നെ പ്രോത്സാഹന സമ്മാനം, അതെല്ലാം ക്യാഷ് അവാർഡാണ് കൊടുക്കുക. മോശമല്ലാത്ത ക്യാഷാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 5000ഓളം പുസ്തകങ്ങൾ 15000 ആളുകൾ വായിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഈ 31 കഴിഞ്ഞാലും ഈ പ്രൊജക്റ്റ് തുടരും. ആവശ്യമുള്ള ആളുകൾക്കെല്ലാം തന്നെ പുസ്തകങ്ങൾ കൊടുക്കും. പിന്നെ ആസ്വാദനക്കുറിപ്പ് മത്സരം ഇല്ലെങ്കിലും വീണ്ടും പുസ്തകം കൊടുത്ത് വായിക്കാനുള്ള ഒരു ത്വര, ആവേശം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ ആരും നടപ്പിലാക്കാത്തതാണ്. കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല, ഇന്ത്യയിലും അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ചുരുങ്ങിയ ദിവസങ്ങളോട് ഇത്രയും പുസ്തകങ്ങൾ വായിക്കാനുള്ള സംവിധാനം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടങ്ങാളി സ്കൂളിൽ നടത്തിയിരുന്നു. അത് 1500 പുസ്തകങ്ങളാണ് അവർ കൊടുത്തത്. അപ്പോൾ നമ്മൾ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ അത് മാത്രമല്ല, കുട്ടികളുടെ അല്ല, നമ്മൾ രക്ഷിതാക്കളെയും ഓരോ കുടുംബത്തെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ 15000ഓളം പുസ്തകങ്ങൾ 15000ഓളം ആളുകളുടെ കയ്യിൽ ഈ 5000ഓളം പുസ്തകങ്ങൾ എത്തും. അവരത് വായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പാലേട്ടൻ. പ്രിയപ്പെട്ടവരെ, ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ JMVP സ്കൂളിൽ നടത്തുന്ന വായന വസന്തത്തെ സംബന്ധിച്ച് വിശദമായ രീതിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി രാമവർമ്മ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധത, കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെ ലൈബ്രറി കൗൺസിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധമുള്ള കുട്ടികളാണ്. പല രംഗങ്ങളിലും വളരെ മിടുക്കന്മാരാണ്. പക്ഷേ പുതിയ തലമുറയിൽ മാറി മാറി വരുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ അവഗാഹം വളരെ പുറകോട്ട് പോയിട്ടുള്ള കാഴ്ച കാണുന്നു.
അതോടൊപ്പം രക്ഷിതാക്കളിലും വായന കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമായിട്ടാണ് സാമൂഹ്യ പ്രതിരോധി സാമൂഹ്യ ബോധവും പഴയതിൻ്റെ ആ നിലവാരത്തിൽ എത്താത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. ഒരു കാലത്ത് നല്ല വായനക്കാരായിരുന്നു ഇവിടെ ഉണ്ടായി. വായനശാലയിൽ പുസ്തകം കിട്ടാത്തൊരവസ്ഥ, ഒരാൾ വായിക്കാൻ കൊണ്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വീണ്ടും കിട്ടാനുള്ള പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് പുസ്തക വായനക്കാരുടെ എണ്ണം കുറയും. പറയാൻ സാങ്കേതികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. മികവും മാറ്റങ്ങളൊക്കെ വന്നു, കാലത്തിൻ്റെ മാറ്റങ്ങൾ അതിനൊരു കാരണമായിരിക്കാം. എങ്കിലും സാമൂഹ്യ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും നമ്മുടെ സാമൂഹിക ജീവിതത്തിന് അനിവാര്യമാണ്. അത് പുസ്തകങ്ങളിൽ കൂടി നമുക്ക് ഗ്രഹിക്കാം. അതല്ല പാഠ്യ വിഷയങ്ങളിൽ കൂടി മാത്രമല്ല, മറ്റ് നമ്മുടെ വിദ്യാഭ്യാസം കൂടി മാത്രമല്ല, അനൗപചാരിക വിദ്യാഭ്യാസവും ഒരു പ്രധാന ഘടകമാണ് അറിവിലേക്ക്. അതിൻ്റെ ഒരഭാവം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വായനാശീലം വളർത്തേണ്ടത് അനിവാര്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ വായനാ വസന്തം എന്ന പദ്ധതി ആരംഭിക്കുകയും കണ്ടങ്കാളി സ്കൂളുകൾ രാവണമാഷ പറഞ്ഞ പോലെ കണ്ടങ്കാളി സ്കൂളിൽ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് നടത്തി കഴിഞ്ഞു. ചെറുപുഴ JMP സ്കൂളിൽ വെച്ച് നടത്താൻ പോകുന്ന ഈ പരിപാടി അനേകം രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും വായനാശീലം കൊണ്ടുവരാൻ വളരെ അധികം ഉപകാരപ്രദവും. അതുകൊണ്ട് തന്നെ ഈ പരിപാടി വളരെയേറെ ഗുണകരവും ശ്രദ്ധ ആകർഷിക്കുന്നതും ആയിത്തീരും. ഘട്ടം ഘട്ടമായിട്ട് മുഴുവൻ ആളുകളും വായനാശീലം വളർത്തിയെടുക്കാൻ ഇത്തരം പരിപാടികൾ സാധിക്കും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിടും. ചെറുപുഴ പ്രിയമുള്ളവരെ, ചെറുപുഴ ഗ്രാമീണ വായനശാലയുമായി ചേർന്ന് നിന്നുകൊണ്ട് JMP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വായനാ വസന്തം എന്ന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേവലം ഒരു ചെറിയ പദ്ധതിയല്ല, ചെറിയ കാലയളവ് കൊണ്ട് ഒരു വലിയൊരു പദ്ധതിക്കാണ് വായനശാലയും അതുപോലെ JMP സ്കൂളും ചേർന്ന് രൂപം നൽകിയിരിക്കുന്നത്. 1250ഓളം കുട്ടികൾക്ക് ഒരേ സമയം പുസ്തകങ്ങൾ നൽകുകയും അത് അവരുടെ രക്ഷിതാക്കൾ അടക്കം വായിച്ച് ഒരു കുട്ടിക്ക് 4 പുസ്തകം എന്ന രീതിയിൽ നമ്മൾ കൈമാറി വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 36 ക്ലാസ്സുകളിലായി കൊടുക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി കുട്ടികൾ കൊണ്ടുവരും. അതിന് മികച്ച ആസ്വാദനക്കുറിപ്പ് കണ്ടെത്തി അങ്ങനെ 36 നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ അത് ക്യാഷ് പ്രൈസായി കൊടുത്തുകൊണ്ട് വായനാശീലം എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. ചിലപ്പോൾ കാമൽ മാഷ് പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു പദ്ധതിയായിരിക്കും. അതിൻ്റെ ഒരു ആശങ്ക നമുക്കുണ്ട്. എന്നാലും എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു സഹകരണത്തോടുകൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.